ഹലോ എവരിവൺ. ഞാനേ ഇവിടെ ഹൈദരാബാദിലെ ബോണാൽ സെലിബ്രേഷനുമായിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട്. ഇന്ന് 13-ാം തീയതി. ഇന്ന് സെക്കൻഡ് വണ്ണായിരുന്നേ. സെക്കൻഡ് ബോണം, അതായത് നമ്മുടെ സിക്കിന്ദ്രാബാദിൽ. ആദ്യത്തേത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ബോണം എടുക്കുന്നത് നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ടിനകത്ത് ഒരു ടെമ്പിളുണ്ട്, ജഗദംബ മഹങ്കാളി ടെമ്പിൾ. അവിടെയാണ് തുടങ്ങുന്നത്. ആദ്യത്തേത് കഴിഞ്ഞ ആഴ്ച അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ മലക്കംപേട്ട യെല്ലമ്മ ടെമ്പിളുണ്ട്. അതുപോലൊക്കെ മെയിനായിട്ടുള്ളത് നമ്മുടെ സിക്കിന്ദ്രാബാദ് ഉജ്ജയിനി മഹങ്കാളി ടെമ്പിൾ. അവിടുത്തെ ബോണമാണിന്ന്. ഞാനിന്ന് അവിടെ പോയി, പക്ഷെ അകത്തേക്ക് പോകാനുള്ള ഇല്ലായിരുന്നു. ബോണമില്ലാത്തവർ ആരെയും അകത്തേക്ക് കയറ്റുകൊണ്ടില്ല. അത് കാരണം ഞാൻ പുറത്തു നിന്നുള്ള മെയിൻ എൻട്രൻസിൽ നിന്നെല്ലാം കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അകത്തേക്ക് പോകാൻ പറ്റിയില്ല. റോഡിലൊക്കെ ഇതാണ് ബോണം. ബോണം ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് അമ്മ എടുത്ത് പോയി അമ്മയ്ക്ക് നൈവേദ്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി, നമ്മുടെ ശർക്കര മധുരച്ചോറുണ്ടാക്കി അത് കലത്തിനകത്താക്കി അതിൻ്റെ മുകളിലായിട്ട് വേറൊരു കലം വെച്ചിട്ട് മൺകലത്തിലാണ്, മെയിൻ മൺകലത്തിലാണ് കൊണ്ടുപോകേണ്ടത്. ചിലരാണെങ്കിൽ സ്റ്റീൽ കലം വേറെ ഏതെങ്കിലും നമ്മുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഉപയോഗിക്കും. അതിന് മഞ്ഞളും പൊട്ടും ഒക്കെ തൊട്ട് അത് ദേവിയാണെന്നുള്ള ഇതിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ മുകളിലൊരു ചെറിയ വേപ്പിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മണ്ണിലൊരു ചെറിയ കലം വെച്ച് അതിനകത്ത് തൈരും ഉള്ളിയും ഇട്ട്, അതായത് കാളിദേവി അല്ലേ, ശാന്തരൂപിണിയായിട്ട് മാറ്റാനായിട്ട് ഈ ഉള്ളിയും തൈരും ഒക്കെ ഇട്ടാണ് അത്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അവിടെയും വേപ്പില വെച്ചിട്ട്, അതെ വേപ്പിൻ്റെ ഇല വെച്ചിട്ട് ആ മണ്ടയ്ക്ക് ഒരു ചെറിയ അടപ്പ് വെച്ച് അതിൽ എണ്ണയൊഴിച്ച് വിളക്കത്തി അങ്ങനെ കൊണ്ടുവന്നത്. ഇതുപോലെ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അധികം ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. വീടിനടുത്തുള്ള അമ്പലത്തിലാണ്. അവിടെ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് എത്താവുക. ഇനി അടുത്തത് വരുന്നത് ലാസ്റ്റ് വണ്ണായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ശാംഭവി ടെമ്പിള്. അത് ലാൽ ദർവാസ എന്ന് പറയുന്നത് സിക്കിന്ദ്രാബാദ് ഹൈദരാബാദിൽ തന്നെ ലാസ്റ്റാണ്. അവിടുത്തേതാണ് ലാസ്റ്റ് വണ്ണം. അതോടുകൂടി ഇതെല്ലാം കഴിയുക. ഞാൻ നാളെ നോക്കട്ടെ, ഉപ്പാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കാം. ബോണമാണ് ഇന്നിപ്പം. പിന്നെ നമ്മൾ ഇനിയിപ്പം കഴിഞ്ഞ് ഇപ്പോൾ ആഷാഢം തുടങ്ങിയപ്പോൾ തൊട്ട് ബോണൽ സ്റ്റാർട്ടാണ്. നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം. മെയിനായിട്ടുള്ളത് ഇത് 3 ഇതാണ് മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഇപ്പം വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ അമ്പലങ്ങളിൽ നമ്മളിപ്പം വേണം നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊണ്ടുപോകാം. ബോണം എന്ന് പറയുന്നത്, ബോണം പറയുന്നത് ഫലത്തിൽ അമ്മ അത് ദേവിയാണ്, ദേവി സ്വരൂപമായിട്ട് വിചാരിച്ചിട്ട് അതിൽ അമ്മയ്ക്ക് വേണ്ടുന്ന പ്രസാദം ഉണ്ടാക്കി കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരാമേ. അപ്പം വിവരങ്ങളൊക്കെ പറയാം.